കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കൊടും ക്രൂരതയെന്ന് കുറ്റപത്രം. കേസിൽ 5 പ്രതികൾ. അധ്യാപകർക്കോ ഹോസ്റ്റൽ വാർഡനോ സംഭവത്തിൽ പങ്കില്ല എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. 45 സാക്ഷികളും 32 രേഖകളും ഉൾപ്പെടെയുള്ളതാണ് കുറ്റപത്രം. 45 ദിവസം കൊണ്ട് പൂർത്തിയാക്കിയ കുറ്റപത്രം ഇന്ന് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. ടോബി ജോൺസൺ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, അധ്യാപകർക്കോ വാർഡനോ ഒന്നും ഇതുമായി ബന്ധപ്പെട്ട അറിവുണ്ടായിരുന്നില്ല എന്ന് കുറ്റപത്രം പറയുന്നുണ്ട്. പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന പരാമർശവും കുറ്റപത്രത്തിലുണ്ട്. എന്താണ് ഇതിന്റെ ഉള്ളടക്കം, ടോബി? തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ്. പ്രതികൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. 40 സാക്ഷിമൊഴികൾ, അതുപോലെ തന്നെ 32 രേഖകൾ, ഒപ്പം തന്നെ മറ്റ് തൊണ്ടിമുതലുകൾ, ഇതെല്ലാം കൂടി ചേർത്താണ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. 45 ദിവസം മാത്രമാണ് പോലീസ് ഇതിനുവേണ്ടി എടുത്തത്. ഗാന്ധിനഗർ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചത്. എന്തായാലും ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളടക്കം ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതികളുടെ കുറ്റസമ്മതം, ഒപ്പം തന്നെ ഇരകളാക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ രഹസ്യമൊഴി അടക്കം പോലീസ് ശേഖരിച്ചിട്ടുണ്ടായിരുന്നു, രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്താണ് ഈ ഒരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ജൂനിയറായിട്ടുള്ള വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത്, അതിക്രൂരമായിട്ട് റാഗ് ചെയ്തു എന്നാണ് ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. അതായത് കൊലപാതകത്തിന് സമാനമായ രീതിയിലുള്ള ഒരു റാഗിംഗ് എന്നുള്ള രീതിയിലാണ് പോലീസ് ഈ കുറ്റപത്രം തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൽ മറ്റൊരു കാര്യം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ കോളേജ് പ്രിൻസിപ്പാൾ അടക്കമുള്ളവർക്ക് ഇക്കാര്യങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞത്. അത് പോലീസ് അതുപോലെ തന്നെ ഈ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവർക്ക് മറ്റൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും ഈ റാഗിംഗ് തടയാനുള്ള നടപടികൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും എല്ലാം തന്നെ ഈ കുറ്റപത്രത്തിലുണ്ട്. ഇന്ന് തന്നെ ഏറ്റുമാനൂർ കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.